കഥകളി അടക്കമുള്ള ക്ലാസിക് കലകളെ ഉദ്ധരിക്കാൻ വേണ്ടി മഹാകവി വള്ളത്തോൾ മുൻകൈയെടുത്ത് സ്ഥാപിച്ചതാണ് കേരള കലാമണ്ഡലം എന്നാണ് ചരിത്രം. അദ്ദേഹത്തോടൊപ്പം മുകുന്ദ രാജാവുണ്ടായിരുന്നു, മറ്റ് ഉദാരമതികളായ പൗരന്മാരും ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഒക്കെ ചെറിയ സാമ്പത്തിക സഹായം അക്കാലത്തുണ്ടായിരുന്നു. പിന്നീട് ഇത് പൂർണ്ണമായിട്ട് സർക്കാർ ഉടമസ്ഥയിലാവുകയും പിന്നീട് കൽപ്പിത സർവകലാശാലയാക്കി മാറ്റുകയും അതിന് ചാൻസലറും വൈസ് ചാൻസലറും രജിസ്ട്രാറും പരീക്ഷാ കൺട്രോളറും ഒക്കെ ഉണ്ടാക്കിച്ചു. ശമ്പളം ഏതാണ്ട് UGC നിരക്കിലായി. അങ്ങനെ കേരള കലാമണ്ഡലം ഇങ്ങനെ ഉത്തരോത്തരം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് കുതിക്കുന്നതിനിടയിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ കേരള സർക്കാരും ചാൻസലറായിരുന്ന ഗവർണറും തമ്മിൽ തർക്കമുണ്ടാകുന്നത്. അതേ തുടർന്ന് ഗവർണർ ആരിഫ് ഖാനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. വേറെ ഒരു സ്ഥലത്തും നടന്നില്ല. ബാക്കി എല്ലാത്തിനും നിയമം ഭേദഗതി ഉണ്ടായിരുന്നു. കലാമണ്ഡലത്തിൻ്റെ നിയമത്തിൽ ഇങ്ങനെ സർക്കാരിന് വേണമെങ്കിൽ ഇഷ്ടപ്രകാരം തന്നെ മാറ്റാം എന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നുണ്ട്. ആരിഫ് ഖാനെ കൈക്കല കൂടാതെ എടുത്തു കളയും. ആ സ്ഥാനത്ത് പ്രമുഖ നർത്തകി മല്ലിക സാരാഭായിയെ നിയമിച്ചു. മല്ലികയെ നിയമിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, പ്രതിഫലം കൂടാതെ ചാൻസലറായിരിക്കാം എന്ന രീതിയിലാണ് ഇവർ വന്നതിന് ശേഷം പ്രതിമാസം പ്രതിഫലമായിട്ട് വേണ്ട, വെറുതെ ഒരു മാസപ്പടിയായിട്ട് വെറും 3 ലക്ഷം രൂപ കിട്ടിയ തരക്കേടില്ല എന്ന് ശ്രീമതി അറിയിച്ചു. അവർ അഹമ്മദാബാദിൽ തന്നെ തുടരും. പ്രതിഫലം ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടാൽ മതി, മാസപ്പടിയായിട്ട് കൊടുത്താൽ മതി. അങ്ങനെ മാസപ്പടി വാങ്ങിക്കാൻ തുടങ്ങുന്നു. അത് വിവാദമാകുന്നു. ആ സമയത്ത് എന്തെങ്കിലും ഒരു ഭരണപരിഷ്കാരം ഏർപ്പെടുത്തട്ടെ. മല്ലിക സാരാഭായിയുടെ ഭരണകാലത്ത് കേരള കലാമണ്ഡലത്തിൽ എന്തെങ്കിലും ഒരു പുതുമയുണ്ടായി എന്ന് പറയണമല്ലോ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ വിദ്യാർത്ഥികൾക്ക് ഇക്കണ്ട കാലം മുഴുവനും, അതായത് വള്ളത്തോളിൻ്റെ കാലം മുതൽക്ക് അവിടെ ഈ കഞ്ഞിയും മുളകുഷയുമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ചിലപ്പോൾ വെട്ടു സാമ്പാറും കൊടുക്കാറുണ്ട്. അതല്ലാതെ കണ്ട് പോഷകാഹാരമൊന്നും അവിടെ ഒരിക്കലും കൊടുത്ത ചരിത്രമില്ല. അങ്ങനെ ഈ വെറുതെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഈ കുട്ടികൾക്ക് മാസത്തിൽ വെറും 2 തവണ ചിക്കൻ ബിരിയാണി കൊടുക്കാനുള്ള തീരുമാനം വന്നു. വളരെ വിപ്ലവകരമായ തീരുമാനം എന്നല്ല, അത് ഒരു വിധത്തിൽ നമുക്കതിന് വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല. കാരണം കലാമണ്ഡലത്തിലെ എല്ലാവരും അല്ലെങ്കിൽ ഒരു 99% പേരും ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവരാണ്. പക്ഷേ ഇവരുടെ പഠനവും ഭക്ഷണവും ഒക്കെ സൗജന്യമാണ്. സർക്കാരിൽ നിന്നാണ് അതിനുള്ള പേയ്മെൻറ്റ് നടത്തുന്നത്. സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടും ബാലഗോപാലിൻ്റെ ബഡ്ജറ്റിൽ നോൺ വെജിറ്റേറിയന് ഫണ്ട് മാറ്റിവെക്കാനില്ലാത്തതുകൊണ്ടും കാലാകാലങ്ങളായിട്ട് കഥകളിക്കാരെല്ലാവരും വെജിറ്റേറിയന്മാരായിരിക്കണം എന്നൊരു തെറ്റിദ്ധാരണ എവിടെ ഉള്ളതുകൊണ്ടും ഇത് ഈ ഒരു കാര്യം മെനുവിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയി. മെനുവിലില്ല എന്ന കാരണത്താൽ കുട്ടികൾ ഇക്കണ്ട കാലം മുഴുവനും പൊറോട്ടയും ബീഫും പുറത്തു പോയാണ് കഴിച്ചിരുന്നത്. അത് പറ്റില്ല. കോളേജിലും കിട്ടണം, കലാമണ്ഡലത്തിലും കിട്ടണം ആ നോൺ വെജിറ്റേറിയൻ എന്ന് അവിടുത്തെ SFI സഖാക്കൾക്ക് തോന്നി. SFIക്കാർക്ക് വലിയ പ്രാമുഖ്യമുള്ള സ്ഥലമാണ്. എറണാകുളം മഹാരാജാസ് കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം സഖാക്കന്മാരുള്ള സ്ഥലമാണ് കേരള കലാമണ്ഡലം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം. ഇനിയിപ്പോൾ നളചരിതത്തിൻ്റെ സ്ഥാനത്ത് ആർഷോ ചരിതം വേണമെങ്കിൽ കഥകളിയായിട്ട് ആട്ടക്കഥ എഴുതാനും അഭിനയിക്കാനും കഴിവുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. അത്ര ഒരു വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമാണ് കലാമണ്ഡലം. അവിടെ ഇതുപോലെ ഒരു പഴഞ്ചൻ പിന്തിരിപ്പൻ മെനുവാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അത് വിപ്ലവ വിദ്യാർത്ഥി സംഘടനയ്ക്ക് തന്നെ കുറച്ചിലാണ്. അവർ ഉടനെ തന്നെ ഒരു കാൽപ്പായ കടലാസിൽ നിവേദനം എഴുതി വൈസ് ചാൻസലർക്ക് കൊടുത്തു. വൈസ് ചാൻസലർക്ക് അത് കണ്ടപ്പോൾ രോമാഞ്ചമുണ്ടായി. പുള്ളി ആരവിടെ നാളെ മുതൽക്ക് നോൺ വെജിറ്റേറിയൻ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു ബുദ്ധിമുട്ട്. അവിടെ നോൺ വെജിറ്റേറിയൻ പാചകം ചെയ്യുന്നതിന് എന്തോ തടസ്സമുണ്ടെന്ന്. അതുകൊണ്ട് വിയൂർ ജയിലിൽ നിന്ന് മേത്തരം ചിക്കൻ ബിരിയാണി കൊടുന്ന് കുട്ടികൾക്ക് വിതറിച്ചു. കുട്ടികളെല്ലാവരും അത് കഴിച്ച് അമ്പക്കം വിട്ടു. അത് ബഹുഭൂരിപക്ഷം കുട്ടികളും കഴിച്ചു. ബാക്കിയുള്ളൊരു വെജിറ്റബിൾ ബിരിയാണി കൊണ്ട് തൃപ്തിപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ സവർണ ഫാസിസ്റ്റ് മൂരാച്ചികളായിട്ടുള്ള കുട്ടികളായിരിക്കും. അവർക്കിത് കഴിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, കഴിച്ച ബാക്കിയുള്ളവർ എന്ത് പറയുന്നു വിചാരിച്ചിട്ടാവാനാണ് സാധ്യത. ഏതായാലും ബഹുഭൂരിപക്ഷം കുട്ടികൾ ഇത് കഴിച്ചു, എല്ലാവരും സംതൃപ്തി രേഖപ്പെടുത്തി. പക്ഷേ ഈ നാട്ടിൽ പാരമ്പര്യവാദികൾ എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. മിക്കവാറൊക്കെ ഫ്യൂഡൽ മൂരാച്ചികളാണ്. അവർ പറയുന്നത് ഇങ്ങനെ കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി കൊടുത്തത് ശരിയായില്ല, കലാമണ്ഡലത്തിൻ്റെ പവിത്രതയ്ക്ക് മങ്ങലേറ്റു എന്നൊക്കെയാണ്. ഇത് പറയുന്നവർക്ക് അറിയാൻ പാടില്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. മഹാകവി വള്ളത്തോളിന് ഏറ്റവും ഇഷ്ടം കോഴിയിറച്ചി കൂട്ടി ഊണഴിക്കുന്നതായിരുന്നു. കോഴിയിറച്ചി ഇല്ലാതെ പുള്ളിക്ക് ഭക്ഷണം ഇറങ്ങില്ലായിരുന്നു എന്നാണ് ശത്രുക്കൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള വള്ളത്തോൾ സ്ഥാപിച്ച ഈ കലാമണ്ഡലത്തിൽ കുട്ടികൾ ചിക്കൻ ബിരിയാണി കഴിക്കരുതെന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥമില്ല. മാത്രമല്ല, മല്ലികേച്ചി വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം വന്നു എന്ന് വരികയും ചെയ്യണമല്ലോ. അവിടെ നളചരിതത്തിൻ്റെ സ്ഥാനത്ത് കാരണഭൂത ചരിതം ഏൽപ്പിക്കാം, അല്ലെങ്കിൽ നിവാത കവച കാലകേയ വധത്തിൻ്റെ സ്ഥാനത്ത് മറ്റെന്തെങ്കിലും വധം, TP ചന്ദ്രശേഖരൻ വധം പഠിപ്പിക്കണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. ഈ ആളുകൾ എന്ത് പറയും, മനോരമക്കാരെന്ത് പറയും എന്ന പേടിച്ചിട്ടാണ്.
അപ്പോൾ ഏതായാലും ഇത്ര ഒരു മാറ്റമെങ്കിലും അവർക്ക് വരുത്താൻ കഴിഞ്ഞു. മിക്കവാറും ഇനി വരും തലമുറകളിൽ ഇത് ക്വിസ് കോമ്പറ്റീഷനൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പിൻമുറക്കാർ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ വരും. ഭാരതപ്പുഴയുടെ തീരത്ത് ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ മഹാകവിയാണ്. അവിടെ ചിക്കൻ ബിരിയാണി ഏർപ്പെടുത്തിയത് കാരണഭൂതൻ്റെ ഭരണകാലത്ത് ചാൻസലറായി വന്ന മഹാനർത്തകി മല്ലിക സാരാഭായിയാണ് എന്ന്. ഏതായാലും വിപ്ലവകരമായൊരു മാറ്റമാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്കൊരു ചെറിയ അഭിപ്രായം പറയാനുള്ളത്, ഈ ചിക്കൻ ബിരിയാണിയൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഭക്ഷണത്തിന് മുമ്പ് ചെറിയ ഒരു അപ്പറ്റൈസർ കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ബ്രാൻഡ് ഏതായാലും വിരോധമില്ല, കുട്ടികൾക്ക് ഒരേ ലാർജ് അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ചിക്കൻ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി താല്പര്യമുണ്ട്. അപ്പോൾ ഈ ക്ലാസിക് കലകളൊക്കെ ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിക്കും എന്നാണ് തോന്നുന്നത്. ഏതായാലും ഈ നല്ല സംരംഭത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.